റെന ഫാത്തിമ വേഴ്സസ് മസ്താനി. കുറച്ചു മുമ്പ് മസ്താനിക്കെതിരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് റെന ഫാത്തിമ പറഞ്ഞിരിക്കുന്നത്. റെന ഫാത്തിമ പറയുകയാണ് മസ്താനി കൈകൾ കൊണ്ട് റെന ഫാത്തിമയെ എന്തോ വൃത്തികേട് കാണിച്ചു എന്ന്. അതും ഒന്നും രണ്ടും തവണയല്ല, 3-4 തവണ കാണിച്ചിട്ടുണ്ട് എന്നെ അവൾ കൈകൾ കൊണ്ട് വൃത്തികേട് എന്നാണ് റെന ഫാത്തിമ പറയുന്നത്. ചെറിയൊരു അലിഗേഷൻ അല്ലേ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ എപ്പോഴെങ്കിലും മസ്താനി വൃത്തികേട് കൈകൾ കൊണ്ട് റെന ഫാത്തിമയെ കാണിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല. ഇനി അഥവാ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് നമ്മളെ അത് കാണിക്കാതിരിക്കുന്നതാണെന്ന് വെക്കുക. പക്ഷേ അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അറിയത്തില്ലേ? രണ തന്നെ പറയുന്നുണ്ട് ബാക്കി ആരും കണ്ടിട്ടില്ല, ഞാൻ എല്ലാവരെയും വിളിച്ച് കാണിക്കാൻ ശ്രമിച്ചു, പക്ഷെ അപ്പത്തേക്ക് മസ്താനി അങ്ങ് പോയി മറഞ്ഞു, ആ കാണിക്കുന്നത് നിർത്തിപ്പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു. ചെറിയ അലിഗേഷൻ അല്ല ഇത്, ചെറിയ അലിഗേഷൻ അല്ല. ഈ വീക്കെൻഡിൽ മിക്കവാറും ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യും. പിന്നെ അങ്ങനെ എന്തെങ്കിലും പരിപാടി അവിടെ മസ്താനി റെനയെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈവാ 10-72 ക്യാമറ ഉണ്ട്, ഏതിനകത്തെങ്കിലും പെടാതിരിക്കുവോ? ഏതിനകത്തെങ്കിലും പെടും. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മളെ കാണിക്കുമായിരിക്കുമോ? സംശയമില്ലേ നിങ്ങൾക്ക്? കാരണം വൃത്തികേടാണ്, അത് കാണിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചുമ്മാ ഒരു അലിഗേഷൻ നിങ്ങൾ കണ്ടതാണ്. ഈ മസ്താനി അകത്തോട്ട്, അതായത് വൈൽഡ് കാർഡ് എൻട്രി ആയി അകത്തോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ റെന ഫാത്തിമ ഓടി ചെല്ലുന്നുണ്ട്, കെത്തിപ്പിടിക്കുന്നുണ്ട്, മുത്തം വെക്കുന്നുണ്ട്. കാരണം രണ്ടുപേർക്ക് പുറത്തുനിന്ന് അറിയാം ഈ ഒരു അലിഗേഷൻ നമ്മുടെ മസ്താനിക്കെതിരെ റെന പറയുമ്പോൾ തന്നെ അവിടെ ലക്ഷ്മി നിന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തുനിന്ന് അറിയാവുന്ന ആൾക്കാരല്ലേ, ഇനി അതിന്റെ എന്തെങ്കിലും ഒരു ദേഷ്യത്തിന്റെ പുറത്താണോ ഈ പറയുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. എനിക്ക് അതും കൂടെ കേട്ടപ്പോൾ ഒരു സംശയം, മസ്താനി വന്നപ്പോൾ തൊട്ട് ചൊറിയുന്നുണ്ട് എല്ലാത്തിനെയും കയറി. ഇനി അതിന് തിരിച്ചൊരു കൊട്ട് കൊടുക്കാൻ വേണ്ടി വെറുതെ ഒരു സാധനം ഇറക്കിയതാണോ റെന ഫാത്തിമ? എനിക്കത് നല്ല രീതിയിൽ സംശയമുണ്ട്. റെന ആയതുകൊണ്ട് തന്നെ സംശയം കുറച്ച് കൂടുതലാണ്. പിന്നെ ലാലേട്ടൻ വരുമ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇന്നലത്തെ ജിസൈലിന്റെ ആ ഒരു കേസ്, ഒരിക്കലും അങ്ങനത്തെ ഒരു വീഡിയോ പ്രൂഫ് ഒന്നും നമ്മളെ കാണിച്ചു തരുമോ? എനിക്ക് തോന്നുന്നില്ല. അത് വിട്ടുകളയുക ടോപ്പിക്, അതേപോലെ വിട്ടുകളയേണ്ട ഒരു സാധനമാണിത്. പക്ഷെ എനിക്ക് തോന്നുന്നു റെന ഫാത്തിമ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലാലേട്ടൻ മിക്കവാറും റെന ഫാത്തിമേനെ പിടിച്ചൊന്ന് ഉടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇനി വരാൻ പോകുന്ന 2 വീക്കെൻഡ് എപ്പിസോഡുകളിൽ നമ്മുടെ റെന ഫാത്തിമ ലാലേട്ടനെ കാണത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മറ്റേ ടാസ്കിനകത്തുനിന്ന് റെന ഫാത്തിമയ്ക്ക് കിട്ടിയൊരു കുത്താണത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വീക്കെൻഡിൽ ചർച്ചയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കണ്ടസ്റ്റന്റുകളുടെ ഇടയ്ക്ക് ഈ ഒരു സാധനം ചർച്ചയാവും. ഇത് വെച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ മസ്താനിയെ കുത്താനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരാളെ കുത്താൻ അവിടെ ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവരും മുതലെടുക്കുമല്ലോ. പ്രത്യേകിച്ച് ഇപ്പം മസ്താനിക്കെതിരെ നേരത്തെ അനുഭവിച്ചൊരു സാധനം ഇനി നല്ല രീതിയിൽ മസ്താനിക്ക് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാവർക്കും മസ്താനിയെ പൊളിഞ്ഞിരിക്കുകയാണ്, അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ചുമ്മാതിരിക്കുന്ന അനീഷിനെ വരെ ചൊറിയുന്നുണ്ട് ഈ മസ്താനി. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. അനീഷ് ഒരു നല്ല ഗെയിമറാണ്, പുള്ളിയെ പോയി ചൊറിഞ്ഞിട്ട് ഒന്നും കിട്ടത്തില്ല. കുറച്ച് മുന്നേ ഞാൻ കണ്ടു നമ്മുടെ ലിവിംഗ് റൂമിൽ അനീഷ് ഇരിപ്പുണ്ട്, ആദില, നൂറ, ലക്ഷ്മി, മസ്താനി ഇവരൊക്കെ ഇരിപ്പുണ്ട്. മാക്സിമം അവിടെ നിന്ന് അനീഷിനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അനീഷ് ഇത് ഈ ഒരു ഒറ്റ ഇരിപ്പ, നീയൊക്കെ എന്താന്ന് വെച്ചാൽ കാണിക്ക്, എനിക്ക് 2 മാങ്ങയാ. ഈ ഒരു മൂഡിൽ അനീഷ് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അനീഷിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ അനീഷ് പറയൂ, അവിടെ നിർത്തും. മനസ്സിലായില്ലേ? അനീഷിന്റെ ഗെയിം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പിന്നെയും അനീഷിന്റെ പുറകെ ഈ ചൊറിഞ്ഞോണ്ട് പോകുന്നത് മണ്ടത്തരമാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വേറൊരു കാര്യം കൂടെ എനിക്ക് അനീഷിന്റെ പറയാനുള്ളത്, അനീഷിന് ഷാനവാസിനെ ഇഷ്ടമാണ് കേട്ടോ. സീരിയസ്ലി അവർ തമ്മിൽ നല്ലൊരു ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അവർ തമ്മിൽ വഴക്കുണ്ടാക്കും, ഒരു ടോം ആൻഡ് ജെറി സെറ്റപ്പാണ് സത്യം പറഞ്ഞാൽ ഇവർ തമ്മിൽ. അവർക്ക് തമ്മിൽ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഇഷ്ടമുണ്ട്. അത് കുറച്ച് മുമ്പ് ഞാൻ കണ്ടു. അക്ബർ ഷാനവാസ് ഒരു ചെറിയൊരു വഴക്ക് പൊട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് വന്ന് ചാടുന്നുണ്ട് അനീഷിനെ അറിയാം. ചിലപ്പോൾ അവിടെ ഒരു കയ്യാങ്കളിയാവും, ഷാനവാസിന്റെ ഒരു കയ്യിരിപ്പിന് ചിലപ്പോൾ പിടിച്ചു വരുന്ന അള്ളൊക്കെ കൊടുക്കും. അനീഷ് അതൊക്കെ നല്ല രീതിയിൽ കോംപ്രമൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും അനീഷ് എന്ന് പറയുന്ന ഗെയിമറെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അയാളൊരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ്. ഒച്ച വെക്കും, ബേളം ഉണ്ടാക്കും, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ നിൽക്കുന്ന കുറെ ഐറ്റങ്ങളുണ്ടല്ലോ, കുറെ മൃഗങ്ങൾ, അവരെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലൊരു വ്യക്തിയാണ് അനീഷ് എന്ന് ഇതെന്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ വേറെ അഭിപ്രായമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. റെന ഫാത്തിമയുടെ കാര്യം, ഈ കൊച്ചിന് ഈ ചീവീടിന്റെ ഈ പരിപാടി ഉള്ളത് ചുമ്മാ അനാവശ്യമായിട്ടുള്ള, ഒന്നെങ്കിൽ ജിസൈലിനെ പോയി മറ്റേ മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഉള്ളതാണോ എന്ന് പോലും റെന തന്നെ പറയുന്നുണ്ട്. ആ ഒരു കാണിച്ചത് ആരും കണ്ടിട്ടില്ല എന്നൊക്കെ. പിന്നെ എന്തിനാണത് വന്ന് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ക്യാമറയിൽ ഇതൊക്കെ കാണിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഇനിയിപ്പോൾ എടുത്തു വെച്ച് കാണിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബ്ലർ ചെയ്ത് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ മസ്താനി അങ്ങനെയുള്ള പ്രവൃത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്ത് കാണിക്കും. കാണിച്ചിട്ടില്ല എങ്കിലാണെങ്കിൽ മിക്കവാറും റെന ഫാത്തിമയ്ക്ക് ഒരു പണി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞു. നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമന്റ് ബോക്സിൻ്റെ അവിടെ ആയിട്ട് ഹൈപ്പോ വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ്.
ആൻഡ് സ്റ്റേ വിയേർഡ്.